ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോങ് ഫ്രഞ്ച് നോട്ടും സീക്വൻസും വെച്ചിട്ടൊരു യോക്ക് ഡിസൈനാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തിയുടെ ഒരു പാറ്റേൺ. യോക്കിൻ്റെ ഈ ഒരു പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചസ് ആണ്. നമ്മൾ ക്ലോത്തിലും ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചസ് ആണ്. എന്നിട്ട് അത് നമ്മളൊരു വി ഷേപ്പിലേക്ക് ആക്കിയിട്ട് വരച്ചെടുത്തേക്കുവാണ്. ഇനി ഞാനിവിടെ വൈറ്റ് കളറുള്ള ത്രെഡാണ് നോട്ട് ചെയ്തെടുത്തേക്കുന്നത്. 6 സ്റ്റാൻഡ്സ് ആണത്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ ലൈൻസിലാണ്. ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ നീഡിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് കുത്തിയെടുക്കുകയാണ്. ഇതേപോലെ കുത്തിയെടുത്തു. എന്നിട്ട് ആദ്യം നമ്മളൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതൊരു കുറച്ച് വലുപ്പത്തിലാണ്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് കുറച്ച് വലുപ്പത്തിൽ ചെയ്താലായിരിക്കും ഭംഗി വരിക കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മൾ വീണ്ടും നീഡിൽ കുത്തിയെടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും നീഡിൽ കുത്തിയെടുത്തു. എന്നിട്ട് തിരിച്ച് നമ്മൾ കുത്തുകയാണ്. അത് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് എൻഡ് ചെയ്ത ഭാഗത്താണ് വീണ്ടും നമ്മൾ നീഡിൽ കുത്തിയെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആ ലൈൻസിലൂടെ എല്ലാം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് സീക്വൻസ് ആണ്. ഇത് വൈറ്റ് കളറുള്ള ഗ്ലാസ് സീക്വൻസ് ആണ്. ഇവിടെ നമ്മൾ ത്രെഡ് ഇതേപോലെ 3+3 സ്റ്റാൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അത് ഒന്നിച്ച് വെച്ചിട്ട് നോട്ട് ചെയ്തെടുത്തേക്കുവാണ്. അതേപോലെ നീഡിലാണെങ്കിൽ നമ്മൾ ഇവിടെ ചെറിയ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ. 3 ആണ്, സൈസ് നമ്പർ 3 ആണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നീഡിൽ കുത്തിയെടുക്കാൻ പോകുന്നത്. നീഡിൽ നമ്മൾ ഇതേപോലെ കുത്തിയെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സീക്വൻസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ത്രെഡ് ഒന്ന് നീഡിൽ ഒറ്റ തവണ ഒന്ന് ചുറ്റിയ ശേഷം ആ സീക്വൻസ് ആ നീഡിലേക്ക് എടുക്കണം. ഇതേപോലെ എടുത്തു. എന്നിട്ട് കുറച്ച് മാറ്റി ഇതേപോലെ കുത്തി കൊടുക്കുക. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്വൻസ് വരുന്ന പോലെ, അങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നീഡിൽ കുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ കുത്തിയെടുത്തു. ഇനി നമുക്കതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്വൻസ് വെക്കണം. സീക്വൻസ് ഇതേപോലെ എടുത്തിട്ട് ഈ ത്രെഡ് നീഡിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത ശേഷം സീക്വൻസ് എടുത്തിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് വീണ്ടും ഇപ്പുറത്തെ വശത്തും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് സ്റ്റിച്ച് കുറച്ച് ലോങ് സൈസിലാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലോങ് ഫ്രഞ്ച് നോട്ട് വന്നാലൊരു ഭംഗി ഉണ്ടാവുക.
കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മുടെ കുർത്തി വരുന്നത്. യോക്കിൻ്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ലോങ് ഫ്രഞ്ച് നോട്ട് സീക്വൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവിലും കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക് ചെയ്യാനാണെങ്കിലും വളരെ കുറച്ച് സമയം മതി. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഞാനൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻ.